എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ അടങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരൻ്റെ ഹൃദയവികാരങ്ങളും വേദനകളും അറിയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരൻ്റെ പേര് ഉപയോഗിച്ചത്. അപ്പോൾ കൂലിപ്പണിക്കാരനെ കുറിച്ച് ഈ പറയുന്നവൻ്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. കൂലിപ്പണിക്കാരനാണെന്ന് വിളിച്ചപ്പോൾ ആത്മാഭിമാനം കൂടിയതേയുള്ളൂ മന്ത്രി രാജൻ. ലോൺ ആപ്പ് കണി വിഷ്ണുവിനെ കണ്ടെത്തി. ബേബി ഫുഡിൽ എലിവിഷം, മധ്യ യൂറോപ്പിൽ ജാഗ്രതാ നിർദ്ദേശം. ജപ്പാനിൽ ഭൂചലനത്തിന് പിന്നാലെ 80 സെന്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ. വയനാട് ടൗൺഷിപ്പിനെതിരെയുള്ള നീക്കം രാഷ്ട്രീയ ഗൂഢാലോചന. കോൺഗ്രസിന്റേത് പണം പിരിച്ചുള്ള തട്ടിപ്പെന്ന് കെ റഫീഖ്. റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടി എയർടെൽ. അറിയാം പുതുക്കിയ പ്ലാനിലെ ആനുകൂല്യങ്ങൾ. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൂലിപ്പണിക്കാരനെന്ന് വിളിച്ചപ്പോൾ ആത്മാഭിമാനം കൂടിയതേയുള്ളൂ മന്ത്രി കെ രാജൻ. വയനാട് ടൗൺഷിപ്പിലെ വീട്ടിൽ പോയി വിള്ളലുണ്ടായെന്ന് ആരോപിക്കപ്പെട്ട ഭാഗം സ്വന്തം നിലയ്ക്ക് പരിശോധിച്ചതിൽ വിശദീകരണവുമായി റവന്യൂ മന്ത്രി കെ രാജൻ. അപകടകരമായ വിധത്തിലുള്ള പ്രചാരണം നടക്കുന്ന സമയത്ത് വിഷയത്തിൽ പ്രതികരിക്കണമെന്ന് മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വിശദാംശങ്ങൾ നേരിട്ടറിയാതെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളതുകൊണ്ടാണ് വയനാട് ടൗൺഷിപ്പിലേക്ക് പോയതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താപനിലയിലുണ്ടായ വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഷ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായതെന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർ അറിയിച്ചത്. ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ മനസ്സിലാക്കുന്നത് അത് സ്ട്രക്ചറൽ ക്രാക്ക് എന്നാണ്. എന്നാൽ അത് അത്തരത്തിലുള്ളതല്ല എന്ന് അന്ന് അവിടെ ചെന്ന് പരിശോധിച്ചപ്പോൾ എഞ്ചിനീയർമാർ ഉറപ്പു നൽകുകയും വീടിന്റെ ഉറപ്പിനെ ബാധിക്കില്ലെന്ന് പറയുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് വീടിനുള്ളിലേക്ക് പോയത്. അവിടെ വീടിനുള്ളിൽ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയത് ആണോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നോക്കിയത്, രാജൻ പറഞ്ഞു. മഴയിൽ ചോർന്നൊലിച്ചതായിരുന്നില്ല അതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. വാട്ടർ പോണ്ടിംഗ് ടെസ്റ്റിംഗിന്റെ ഭാഗമായി 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയ ടെസ്റ്റിംഗിന്റെ ഭാഗമുണ്ടായതാണത്. കെട്ടിടം പൂർത്തീകരിച്ചാൽ നേരിട്ട് കൈമാറുകയല്ല ചെയ്യുന്നത്. കെട്ടിടത്തിന്റെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർ പരിശോധന നടത്തും. ശേഷം ഇവരും കിഫ്കോണും എഞ്ചിനീയർമാരും ചേർന്ന് സംയുക്ത പരിശോധന നടത്തും. തുടർന്ന് കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിന്റെ എഞ്ചിനീയർമാരും വീട് ആർക്കാണ് ലഭിച്ചിട്ടുള്ളത് അവരെയും ചേർത്ത് അവിടെ പരിശോധന നടത്തും. വീട് കൈമാറിക്കഴിഞ്ഞാണ് പ്രശ്നമുണ്ടാകുന്നതെങ്കിൽ 5 വർഷത്തേക്ക് സിവിൽ വർക്കിൽ കരാറു കമ്പനി ഡിഫക്ട് ലയബിലിറ്റി പ്രകാരം 5 വർഷം വാറന്റി നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ചൂരൽമലക്കാർക്ക് താൻ മന്ത്രിയല്ലെന്നും വീട്ടുകാരനായിട്ടുള്ള ആളാണെന്നും രാജൻ പറഞ്ഞു. ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് നിയന്ത്രിക്കുന്ന രീതി നേരത്തെയും ഞങ്ങൾക്കില്ല. വിള്ളലുണ്ടെന്ന ആരോപണമുയർന്നാൽ വീടിന്റെ ഉടമയായ നൗഫലിനെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയോ അല്ലാതെ ആക്രമിക്കുന്ന ഒരു പണിക്കും ആരും മുതിരരുത്. നൗഫൽ ദുരന്തബാധിതനായ മനുഷ്യനാണ്. അയാൾ വികാരപരമായി എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കുന്ന ഒരു പണിയും ചെയ്യരുത്. കൂലിപ്പണിക്കാരൻ രാജൻ തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വർക്കപ്പണിക്ക് എന്നൊക്കെ കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് കേൾക്കേണ്ടി വരുമ്പോൾ ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. മന്ത്രിയായി 5 വർഷം കഴിഞ്ഞ് പാർട്ടി ഓഫീസിലേക്ക് കയറുമ്പോൾ മുതലാളി രാജൻ എന്ന് കേട്ടിട്ടില്ലേ എന്നും
അദ്ദേഹം പറഞ്ഞു. വയനാട് ടൗൺഷിപ്പ് വീടുകൾ നിർമ്മിക്കുമ്പോൾ വാട്ടർ ബോണ്ടിംഗ് ടെസ്റ്റ് നടത്താമെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നെന്നും മന്ത്രി പറഞ്ഞു. വ്യത്യസ്ത കാലാവസ്ഥകളിൽ എങ്ങനെയായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പെന്നറിയാൻ വേണ്ടിയാണ് വാട്ടർ ബോണ്ടിംഗ് ടെസ്റ്റ് നടത്താൻ നിശ്ചയിച്ചത്. നിർമ്മിക്കപ്പെട്ട വീടിന്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ടാണ് വാട്ടർ ബോണ്ടിംഗ് ടെസ്റ്റ്. ടെറസിൽ നിന്നും വെള്ളം എന്തെങ്കിലും ഭാഗത്തേക്ക് ലീക്കായി പോകുന്നുണ്ട് എന്ന് കണ്ടാൽ അത് രേഖപ്പെടുത്തി അതിനു മുകളിലുള്ള ടെറസിന്റെ ഭാഗത്ത് സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ അപ്പോക്സി ട്രീറ്റ്മെന്റ് നടത്തും. വെള്ളം ലീക്ക് ചെയ്യുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അവിടെ വീണ്ടും 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. വെള്ളം കിനിഞ്ഞിറങ്ങുന്നില്ലെന്ന് ഉറപ്പാക്കിയാൽ വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫ് നടത്തിയ ശേഷം അതിനു മുകളിൽ 2 മുതൽ 7 സെന്റിമീറ്റർ വരെ കനത്തിൽ സ്ക്രീഡ് കോൺക്രീറ്റിംഗ് നടത്തും. പിന്നീട് ഒരു ചോർച്ചയും ബലക്ഷയവും ഉണ്ടാകില്ല. ഉന്നത സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം തീരുമാനിച്ച കാര്യമാണിതെന്നും മന്ത്രി പറഞ്ഞു. ലോൺ ആപ്പ് കെണി വിഷ്ണുവിനെ കണ്ടെത്തി. ഓൺലൈൻ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് കോഴിക്കോട് വടകരയിൽ നിന്ന് കാണാതായ വിഷ്ണുവിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ കണ്ടെത്തി. ഏപ്രിൽ 13 മുതലാണ് വിഷ്ണുവിനെ വീട്ടിൽ നിന്ന് കാണാതായത്. ലോൺ ആപ്പുകളിൽ നിന്ന് വിഷ്ണു പണം കടമെടുത്തിരുന്നു. ഈ കടം തീർക്കുന്നതിനായി പിന്നീട് ബ്ലേഡ് പലിശക്കാരിൽ നിന്ന് പണം വാങ്ങേണ്ടി വന്നു. ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ സാമ്പത്തിക പ്രതിസന്ധികളും ഭീഷണികളുമാണ് വിഷ്ണുവിനെ വീട് വിടാൻ പ്രേരിപ്പിച്ചതെന്ന് കരുതപ്പെടുന്നു. നേത്രാവതി എക്സ്പ്രസിൽ യാത്ര ചെയ്യുകയായിരുന്നു വിഷ്ണു. കൂടെയുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ്റെ ഫോൺ വാങ്ങി വീട്ടിലേക്ക് വിളിച്ച് അമ്മയോടും അനിയനോടും സംസാരിച്ചിരുന്നു. താൻ ഇപ്പോൾ വീട്ടിലേക്ക് വരുന്നില്ലെന്ന് ആദ്യം പറഞ്ഞെങ്കിലും കുടുംബാംഗങ്ങളുടെ നിർബന്ധത്തിന് വഴങ്ങി RPF ഉദ്യോഗസ്ഥനായ അമ്മാവൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിഷ്ണു സമ്മതിച്ചു. കാസർഗോഡ് മേഖലയിൽ പോലീസും ബന്ധുക്കളും തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് വിഷ്ണുവിനെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയത്. റെയിൽവേ സ്റ്റേഷനിലെത്തിയ അമ്മാവൻ വിഷ്ണുവിനെ നേരിൽ കണ്ടു. പയ്യന്നൂരിൽ നിന്ന് വിഷ്ണുവിനെ ഉടൻ തന്നെ വടകര പോലീസ് സ്റ്റേഷനിൽ എത്തിക്കും. വിഷ്ണു ലോൺ എടുത്തത് M-Pocket ലോൺ ആപ്പിൽ നിന്ന്. എടുത്തതിൽ കൂടുതൽ പണം തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്ന് നാടുവിട്ട കോഴിക്കോട് അയഞ്ചേരി സ്വദേശി ലോൺ എടുത്തത് M-Pocket ലോൺ ആപ്പിൽ നിന്ന് പോലീസ്. 22,000 രൂപ വിഷ്ണു ആപ്പിൽ തിരിച്ചടച്ചിരുന്നു. ലോൺ എടുത്ത പണത്തിൽ കൂടുതൽ തിരിച്ചടച്ചിട്ടും ഭീഷണി തുടർന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടായിരുന്നു ഭീഷണി. ഇത് നൽകാനാകാതെ വന്നതോടെയാണ് നാടുവിട്ടത്. ആപ്പിന് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമാണെന്നും പോലീസ് അറിയിച്ചു. വിഷ്ണുവിന്റെ ഫോൺ നഷ്ടപ്പെട്ടതിനാൽ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിരുന്നെന്നും പോലീസ് പറഞ്ഞു. മോർഫ് ചെയ്ത സ്ക്രീൻഷോട്ടുകൾ അടക്കം പരിശോധിക്കും. ബ്ലേഡ് മാഫിയ സംഘത്തിന്റെ ഭീഷണിയും അന്വേഷിക്കുമെന്ന് പോലീസ് അറിയിച്ചു. സംഭവത്തിൽ വിഷ്ണുവിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോൺ ആപ്പിന്റെയും ബ്ലേഡ് മാഫിയുടെയും ഭീഷണി തുടർന്ന് ആണ് നാടുവിട്ടതെന്ന് വിഷ്ണു മൊഴി നൽകി. മഡ്ഗാവ്, രത്നഗിരി, ഉടുപ്പി എന്നിവിടങ്ങളിൽ താമസിച്ചുവെന്നും ഉടുപ്പിയിൽ വെച്ച് ഫോൺ മോഷണം പോയെന്നും വിഷ്ണു പറഞ്ഞു. വഴിയിൽ കണ്ട മലയാളികൾ വെള്ളവും ഭക്ഷണവും നൽകിയെന്നും വിഷ്ണു മൊഴി നൽകി. തുറന്നത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ മെറ്റീരിയൽ റൂം സ്ട്രോങ് റൂമല്ല. പേരാമ്പ്ര വിവാദത്തിൽ ജില്ലാ കളക്ടർ. കോഴിക്കോട് പേരാമ്പ്രയിൽ സ്ട്രോങ് റൂം വിവാദത്തിൽ വിശദീകരണവുമായി ജില്ലാ കളക്ടർ. സീൽ ചെയ്യാത്ത മുറിയാണ് തുറന്നതെന്നും മെറ്റീരിയൽസ് റൂം തുറന്നത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിലാണെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. EVM പോസ്റ്റൽ ബാലറ്റുകൾ സൂക്ഷിച്ച സ്ട്രോങ് റൂം തുറന്നിട്ടില്ലെന്ന് കളക്ടർ വ്യക്തമാക്കി. UDFനെ പ്രതികരിച്ച് ഷെഹ്സാദ് എന്ന ആൾ സ്ഥലത്തുണ്ടായിരുന്നു എന്നും കളക്ടർ വ്യക്തമാക്കി. സ്ട്രോങ് റൂം 1ാം നിലയിലാണ് തുറന്നത്. 2ാം നിലയിലുള്ള മെറ്റീരിയൽ റൂമാണ് തുറന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടി എയർടെൽ. അറിയാം പുതുക്കിയ പ്ലാനിലെ ആനുകൂല്യങ്ങൾ. പ്രീപെയ്ഡ് മൊബൈൽ ഉപഭോക്താക്കൾക്ക് തിരിച്ചടിയായി റീചാർജ് നിരക്ക് കുത്തനെ കൂട്ടി ഭാരതി എയർടെൽ. 1.5 GB ഡാറ്റ ലഭിക്കുന്ന 84 ദിവസത്തെ പ്ലാനിന്റെ വിലയാണ് കൂട്ടിയത്. 40 രൂപയാണ് ജനപ്രിയ പ്ലാനിംഗ് ഒറ്റയടിക്ക് കൂട്ടിയത്. നേരത്തെ 859 രൂപയാണ് പ്ലാനിംഗ് ഈടാക്കിയിരുന്നതിൽ ഇനി മുതൽ 899 രൂപയും ഈടാക്കുക. പ്ലാനിലെ മറ്റ് ആനുകൂല്യങ്ങളും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചു. ഗ്ലോബൽ ഇന്റർനാഷണൽ റോമിംഗ് പാക്കുകളിൽ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മാറ്റങ്ങൾ വരുത്തിയതിന് പിന്നാലെയാണ് എയർടെൽ പ്രീപെയ്ഡ് നിരക്കുകളിലും വർധനവ് വരുത്തിയിരിക്കുന്നത്. പുതുക്കിയ പ്ലാൻ പ്രകാരം അൺലിമിറ്റഡ് വോയിസ് കോളുകൾ ചെയ്യാനും ദിവസം 100 SMS അയക്കാനും സാധിക്കും. കൂടാതെ ഫ്രീ ഹെൽ ടോണുകളും ലഭ്യമാണ്. 30 ദിവസത്തിന് ശേഷം ഈ ട്യൂൺ മാറ്റാനാകും. ദിവസത്തിനുള്ള 1.5 GB ഡാറ്റ പരിധി കഴിഞ്ഞാൽ ഇന്റർനെറ്റ് വേഗത 64 kbps ആയി കുറയും. 5G നെറ്റ്വർക്കുകളിൽ മാത്രമായിരിക്കും പ്ലാൻ പ്രകാരമുള്ള അൺലിമിറ്റഡ് ഡാറ്റ ലഭിക്കുക. അധിക ആനുകൂല്യങ്ങളിലായി 12 മാസത്തേക്ക് അഡോബ് എക്സ്പ്രസ് പ്രീമിയം സബ്സ്ക്രിപ്ഷനും എയർടെൽ സ്പാം അലേർട്ടുകളും ഉണ്ടായിരിക്കും.
ശരാശരി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെയും ഉപഭോക്താക്കളെ 5G സേവനങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് നീക്കമെന്നാണ് വിലയിരുത്തൽ. റിട്ടയർഡ് CA സുരേന്ദ്രൻ കല്യാടൻ നിര്യാതനായി. ഇരിട്ടി ആർളം സ്വദേശിയും പുന്നാട് താമസക്കാരനുമായ റിട്ടയർഡ് CA സുരേന്ദ്രൻ കല്യാടൻ 57 നിര്യാതനായി. എറണാകുളം ലേക്ക് ഷോർ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയാണ് മരണം സംഭവിച്ചത്. പ്രമാദമായ നിരവധി കേസുകൾ തെളിയിച്ച ഉദ്യോഗസ്ഥനാണ്. ജില്ലയിലും പുറത്തും വിവിധ സ്റ്റേഷനുകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ആറളത്തെ പരേതരായ ഗോവിന്ദൻ നമ്പ്യാരുടെയും പാർവതി അമ്മയുടെയും മകനാണ് സുരേന്ദ്രൻ. ഭാര്യ PC ശർമിള, മക്കൾ ശ്രീലക്ഷ്മി, കാർത്തിക, സഹോദരൻ രവീന്ദ്രൻ ഹരീന്ദ്രൻ, ദേവി സുജാത. കണ്ണൂർ വിജിലൻസ് CI PC സഞ്ജയ് കുമാറിന്റെ സഹോദരി ഭർത്താവ് കൂടിയാണ് സുരേന്ദ്രൻ കല്യാടൻ. സംസ്കാരം നാളെ നടക്കും. ഏകാമി ഗാലറിയിൽ കലാപ്രദർശനം. പരിവർത്തനത്തിന്റെ പടിവാതിൽ തുറന്നു കണ്ണൂർ. ക്യാൻവാസിലെ വർണ്ണങ്ങൾക്കപ്പുറം മണ്ണും കല്ലും ലോഹവും സംവേദനത്തിന്റെ പുത്തൻ ഭാഷാഭേദങ്ങൾ തീർക്കുന്ന കലാപ്രദർശനം മഹാത്മാ മന്ദിരത്തിൽ ആരംഭിച്ചു. ഗാലറി ഏകാമിയുടെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരുക്കിയ പരിവർത്തനത്തിന്റെ പടിവാതിൽ ഗ്രൂപ്പ് ഷോ സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ ഉദ്ഘാടനം ചെയ്തു. ഗാലറി ഏകാമിയിലെ 12ാമത് പ്രദർശനമാണിത്. ഇന്ത്യയിൽ സമകാലിക കലയുടെ വൈവിധ്യമാർന്ന ഭാവങ്ങൾ പകർത്തുന്ന പ്രദർശനം ഏകാമി ഗാലറിയിലും കസ്തൂർബ ഓഡിറ്റോറിയത്തിലുമായാണ് നടക്കുന്നത്. വ്യത്യസ്ത തലമുറകളിൽപ്പെട്ട 20 ആർട്ടിസ്റ്റുകളുടെ സൃഷ്ടികളാണ് ഒരുക്കിയിരിക്കുന്നത്. പലരുടെയും സൃഷ്ടികൾ ആദ്യമായാണ് വടക്കൻ മലബാറിൽ പ്രദർശിപ്പിക്കുന്നത്. അക്കിത്തം നാരായണൻ, C ഡഗ്ലസ്, P ഗോപിനാഥ്, RM പളനിയപ്പൻ, വത്സൻ കുർമ കൊല്ലരി, രത്നാകർ ഓജ, ഓം സൂര്യ, VN അജി, ഹരീന്ദ്രൻ ചാലാട്, K ശശികുമാർ, വർഗീസ് കളത്തിൽ, ഭാരാഭാസ്കരൻ, ജോർജ് മാർട്ടിൻ, ജഹാംഗീർ ജനി, അനിൽ തമ്പായി, PV ബീന, KL ലിയോൺ, മധു വേണുഗോപാലൻ, മിബിൻ, KP പ്രദീപ് കുമാർ, MK സതീഷ് കുമാർ, S സുദേഹദാസ്, K സുധീഷ്, ജിഗേഷ് കുമാർ, സബിത കടന്നപ്പള്ളി, സനുൽകുട്ടൻ, VV വിനു എന്നിവരുടെ കലാസൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത്. പളനിയപ്പൻ ക്യാമറയിൽ പകർത്തിയ ഹോങ്കോങ്ങിലെയും കൊറിയയിലെയും ബുസാനിലെയും നിരത്തുകളുടെ കാഴ്ചയും പ്രദർശനത്തിലുണ്ട്. വത്സൻ കൂർമ കൊല്ലേരി, ജിഗേഷ് കുമാർ, സനുൽകുട്ടൻ, VV വിനു എന്നിവർ മരത്തിലും കല്ലിലും ഗ്രാനൈറ്റിലുമായി തീർത്ത ശില്പങ്ങൾ ശ്രദ്ധേയമാണ്. സബിത കടന്നപ്പള്ളിയുടെ ഇൻസ്റ്റലേഷനും വൈവിധ്യം തീർക്കുന്നു. ഉദ്ഘാടനത്തിന് പിന്നാലെ മൃണാളിനി മനോജിന്റെ സിത്താർ കച്ചേരിയും അരങ്ങേറി. പ്രദർശനം മെയ് 8 സമാപിക്കും. ദിവസവും പകൽ 11 മുതൽ വൈകിട്ട് 6 വരെയാണ് പ്രവേശനം. വായനശാല കെട്ടിട ഉദ്ഘാടനം. ഇരിട്ടി നാടിന്റെ സാംസ്കാരിക വികസനത്തിന്റെ ചാലകശക്തിയാണ് ഗ്രന്ഥാലയങ്ങളെന്ന് കവി കൂരുപുഴ ശ്രീകുമാർ പറഞ്ഞു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ ഗ്രാന്റ് ഉപയോഗിച്ച് നിർമ്മിച്ച തില്ലങ്കേരി തെക്കംപോയിൽ ഒറിജിനൽ ഗ്രന്ഥാലയം വായനശാല കെട്ടിട ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലൈബ്രറി പ്രസിഡന്റ് T സനോജ് കുമാർ അധ്യക്ഷനായി. റീഡിംഗ് റൂം പഞ്ചായത്ത് പ്രസിഡന്റ് മുരളീധരൻ കൈതേരിയും യോഗ ഹാൾ ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി രഞ്ജ് കമലും ഉദ്ഘാടനം ചെയ്തു. ഫോക്ലോർ അക്കാദമി യുവപ്രതിഭാ പുരസ്കാരം നേടിയ അനുശ്രീ പുന്നാട്, എഴുത്തുകാരൻ മനീഷ് മുളക്കുന്ന്, KK രാജീവൻ എന്നിവരെ ആദരിച്ചു. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CV രാധാകൃഷ്ണൻ, മനോജ് കുമാർ പഴശ്ശി, ചന്ദ്രൻ തില്ലങ്കേരി, സരീഷ് പൂമരം, M ബാബുരാജ്, ഡോക്ടർ ഷിനി മനോജ്, PK പ്രമീള, M ഷൈജു, സെക്രട്ടറി പ്രദീപൻ മൈലപ്രവൻ, NK അജേഷ്, VN മഞ്ജുള, പ്രീതി അരുൺ, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. തലശ്ശേരി മനസ്സ് നിറയെ വായിക്കാം, വിമാനത്തിൽ പറക്കാം എന്ന സന്ദേശവുമായി താലൂക്ക് ലൈബ്രറി കൗൺസിൽ വേനലവധിക്കാല വായനാ ചലഞ്ച് തുടങ്ങി. മൂഴിക്കര കോടിയേരി ബാങ്ക് ഹാളിൽ സാഹിത്യകാരൻ M മുകുന്ദൻ കുട്ടികൾക്ക് പുസ്തകം നൽകി ഉദ്ഘാടനം ചെയ്തു. പവിത്രൻ മൊകേരി അധ്യക്ഷത വഹിച്ചു. തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദ മഠത്തിൽ എന്നിവർ വിശിഷ്ട അതിഥികളായി. അഡ്വക്കേറ്റ് V പ്രദീപൻ, ഡോക്ടർ സുധ അഴീക്കോടൻ, MV സ്മിത, U ബ്രജേഷ്, K ഭാരതി എന്നിവർ സംസാരിച്ചു. M മുകുന്ദനുമായി കുട്ടികൾ മുഖാമുഖം നടത്തി. മെയ് 31 വരെയാണ് വായനാ ചലഞ്ച്. പുതിയ തെരുവ്
പട്ടേൽ സ്മാരക വായനശാല അവധിക്കാല വായനാ ചലഞ്ച് രമണി പുതിയെടുത്ത് ഉദ്ഘാടനം ചെയ്തു. PM ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. രാജൻ പുതുശ്ശേരി, K ദിനേശൻ, പത്മനാഭൻ, T കിഷോർ കുമാർ, KP ജയരത്നൻ എന്നിവർ സംസാരിച്ചു. മനസ്സ് നിറയെ വായിക്കാം, ആകാശത്ത് പറക്കാം എന്ന സന്ദേശമായി തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ നടത്തുന്ന വായനാ ചലഞ്ച് കണ്ണമ്പള്ളി ഫ്രാൻസ് വായനശാല നടന്നു. എഴുത്തുകാരൻ ജയപ്രകാശ് പാനൂർ ഉദ്ഘാടനം ചെയ്തു. പാനൂർ നഗരസഭാ കൗൺസിലർ KK വിജയൻ അധ്യക്ഷത വഹിച്ചു. രജീന കനവത്ത് പദ്ധതി വിശദീകരിച്ചു. വായനശാല സെക്രട്ടറി G മുകുന്ദൻ, മുൻ കൗൺസിലർ ഷീബ കണ്ണമ്പ്രത്ത്, KK പുരുഷോത്തമൻ, NK ശ്രീധരൻ എന്നിവർ സംസാരിച്ചു. മനേക്കര കുമാരൻ സ്മാരക വായനശാലയിൽ സുന്ദരേശൻ തളത്തിൽ ഉദ്ഘാടനം ചെയ്തു. അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു. EM ദിനേശ് ബാബു, K സുനിത എന്നിവർ സംസാരിച്ചു. വായന ചലഞ്ച് തുടങ്ങി. പീഡന കേസ് KSU ജില്ലാ പ്രസിഡന്റിനെതിരെ SFI പ്രതിഷേധം. സഹപ്രവർത്തകയെ പീഡിപ്പിച്ച KSU ജില്ലാ പ്രസിഡന്റ് MC അതുലിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI ജില്ലാ കമ്മിറ്റി പ്രകടനവും കോലം കത്തിക്കലും സംഘടിപ്പിച്ചു. തളാപ്പ് LIC ഓഫീസിന് സമീപത്തു നിന്നും ആരംഭിച്ച മാർച്ച് കാട്ടക് ജംഗ്ഷനിൽ സമാപിച്ചു. SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം TP അഖില ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TP ആദർശ് അധ്യക്ഷനായി. സെക്രട്ടറി ജോയൽ തോമസ്, സംസ്ഥാന കമ്മിറ്റി അംഗം സ്വാതി പ്രദീപൻ, KK ഗിരീഷ് എന്നിവർ സംസാരിച്ചു. കണ്ടുപിടിക്കാൻ പരിസ്ഥിതി സൗഹൃദ വികസനം. ചൂടിലും കുളിരിലും കാനങ്ങാട്ട് കൊടും ചൂടിൽ വിയർത്തൊലിച്ച് കടന്നു പോകേണ്ടി വരുന്നത് കാനങ്ങാട് നഗരത്തിലാണെങ്കിൽ വിഷമിക്കേണ്ട. അല്പനേരം മാറി നിന്ന് വിശ്രമിക്കാൻ ഇവിടെ ഇഷ്ടം പോലെ തണൽ മരങ്ങളുണ്ട്. ഇളം തെന്നലേറ്റ് മരത്തണലിന്റെ കുളിര് നുകർന്ന ശേഷം വീണ്ടും നടക്കാം. നഗരത്തിലെ ചിലയിടങ്ങളിൽ വെയിൽ പോലും കൊള്ളേണ്ടി വരുന്നില്ല. അത്രയും തണൽ മരങ്ങൾ പാതയോരങ്ങളിൽ നിറയുണ്ട്. റെയിൽവേ സ്റ്റേഷൻ അടക്കം നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ട പാതകളിലൊക്കെയും ആശ്വാസം പകർന്ന് തണൽ മരങ്ങൾ തലയെടുപ്പോടെയുണ്ട്. കാനങ്ങാട് KSTP റോഡരികിൽ ഏറെയും ആൽമരങ്ങളാണ്. നിരവധി മാവിൻ തൈകളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. നഗരത്തോട് ചേർന്ന മാണിക്കോത്ത്, മടിയൻ ഭാഗങ്ങളിലാണ് കൂടുതൽ ആൽമരങ്ങൾ ഉള്ളത്. കാനങ്ങാട് റെയിൽവേ സ്റ്റേഷൻ റോഡരികിൽ വിസ്തൃതിയേറിയ ശിഖരങ്ങളുമായി തണൽ വിരിക്കുന്ന കൂറ്റൻ മരങ്ങൾ നിരവധി. KSTP റോഡിന്റെയും നഗരത്തിലെ വിവിധ പാതകളിലൂടെയും തീരദേശ റോഡുകളുടെയും നവീകരണത്തിന്റെ ഭാഗമായി ചില മരങ്ങൾ മുറിച്ചു നീക്കേണ്ടി വന്നിരുന്നു. നഗരത്തിന്റെ മധ്യഭാഗത്തടക്കം ഇങ്ങനെ ഏതാനും മണത്തരങ്ങൾ മുറിച്ചു മാറ്റേണ്ടിയുണ്ടായി. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് മാറ്റി റോഡുകൾ ഒന്നാം തരമാക്കുന്നതോടൊപ്പം മുറിച്ചു മാറ്റപ്പെട്ട മരങ്ങൾ പകരം ഇരട്ടിയിലേറെ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ നഗരസഭ അധികൃതർ മറന്നില്ല. മരം ഉണക്കി നശിപ്പിക്കുന്നതിനെതിരെ നഗരസഭ കർശന നടപടി സ്വീകരിച്ചതോടെ ഈ പ്രവണതകൾക്ക് വിരാമമായി. പൊതുമരാമത്ത് വകുപ്പിന്റെ സഹകരണത്തോടെ നഗരസഭ കാനങ്ങാട് നഗരത്തിൽ മരങ്ങൾ വെച്ചുപിടിപ്പിക്കുമ്പോൾ പരിസ്ഥിതി സാമൂഹിക കൂട്ടായ്മയും ഇതിൽ അണിചേരുന്നു. പ്രകൃതി സംരക്ഷണത്തിലൂടെയുള്ള നഗരത്തിന്റെ സൗന്ദര്യവൽക്കരണം മറ്റ് നഗരങ്ങൾക്കും മാതൃകയാണ്. ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ജൂലൈ 1 മുതൽ, സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 മുതൽ 30 വരെ. 2011 ശേഷമുള്ള രാജ്യത്തെ സെൻസസ് സമഗ്രമായി 2 ഘട്ടങ്ങളിൽ നടക്കും. രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ സെൻസസ് ആണിത്. ആദ്യഘട്ടം ജൂലൈ 1 മുതൽ 30 വരെ നടക്കും. ഈ ഘട്ടത്തിൽ ഓരോ വീടുകളിലും എത്തുന്ന എന്യൂമറേറ്റർ 34 ചോദ്യങ്ങൾ ചോദിച്ചു ഉത്തരങ്ങൾ സ്മാർട്ട് ഫോണിലെ ആപ്പ് വഴി ശേഖരിക്കും. ഇതിനു മുമ്പ് പൗരന് പോർട്ടൽ വഴി സ്വന്തം നിലയ്ക്ക് സെൽഫ് എന്യൂമറേഷൻ നൽകാം. ഈ പ്രക്രിയ ജൂൺ 16 മുതൽ 30 വരെയാണ്. സെൽഫ് എന്യൂമറേഷൻ നൽകിയ ശേഷം ലഭിക്കുന്ന അക്നോളജ്മെന്റ് ഭവന സന്ദർശനത്തിനെത്തുന്ന എന്യൂമറേറ്റർക്ക് കൈമാറിയാൽ മതി. ആദ്യഘട്ട സെൻസസിലെ വീടുകളുടെ പട്ടികപ്പെടുത്തലും വീട് സെൻസസുമാണ് നടക്കുക. ചോദ്യങ്ങളിൽ വീടിന്റെ സ്ഥിതി, മേൽക്കൂര, കുടിവെള്ള സൗകര്യം, കക്കൂസ് ലഭ്യത, വീട്ടുപകരണങ്ങൾ, വാഹനങ്ങൾ, മൊബൈൽ ഫോൺ നമ്പർ തുടങ്ങിയവ ഉൾപ്പെടും. അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കുന്ന 2ാം ഘട്ടത്തിൽ ജനസംഖ്യയുടെ സെൻസസ് എടുക്കും. സെൻസസ് മുഖേന സർക്കാർ ശേഖരിക്കുന്ന ഡാറ്റ അതീവ രഹസ്യ സ്വഭാവമുള്ളതാണെന്നും ഈ വിവരാവകാശ അപേക്ഷ ഇന്ത്യൻ എവിഡൻസ് ആക്ട് തുടങ്ങിയ ഒരു നിയമപ്രകാരവും ലഭ്യമാക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിലെ ജില്ലാതല ചാർജ് ഓഫീസർമാർക്കുള്ള സെൻസസ് പരിശീലനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ADM-ഉം ജില്ലാ സെൻസസ് ഓഫീസറുമായ കലാഭാസ്കർ ഉദ്ഘാടനം ചെയ്തു.
ജില്ലാ പ്ലാനിംഗ് ഓഫീസറും സെൻസസ് പരിശീലനത്തിന്റെ ചാർജ് ഓഫീസറുമായ നിനോജ് മേപ്പാടിയത്ത് സംസാരിച്ചു. സെൻസസ് ഡയറക്ടറിലെ അസിസ്റ്റന്റ് ഡയറക്ടർ പ്രദീപ് കുമാർ, പി സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ബിജുല കെ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ബംഗാൾ പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് ഉറച്ച ആത്മവിശ്വാസത്തിൽ ഇടതുമുന്നണി. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പ് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പോരാട്ടം കടുക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. CPM നേതൃത്വം നൽകുന്ന ഇടതുമുന്നണി കരുത്തുറ്റ പ്രചാരണവുമായി മുന്നേറുകയാണ്. CPM 195 സീറ്റുകളിലും മറ്റ് സഖ്യകക്ഷികൾ ഉൾപ്പെടെ 252 സീറ്റുകളിലാണ് ഇടതുമുന്നണി മത്സരിക്കുന്നത്. ഇന്ത്യൻ സെക്യുലർ ഫ്രണ്ട് 30 സീറ്റ്, CPIM ലിബറേഷൻ 8 സീറ്റ് എന്നിവയുമായി മുന്നണി സഹകരിക്കുന്നുണ്ട്. അതേസമയം BJP സ്ത്രീ സംവരണം മുഖ്യ ചർച്ചാ വിഷയമാക്കി പ്രചാരണം നടത്തുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ഇടതുപക്ഷം ആരോപിച്ചു. തൃണമൂൽ കോൺഗ്രസ് സ്ത്രീവിരുദ്ധരാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസ്താവനയ്ക്ക് അദ്ദേഹത്തിന് പരാജയവിധിയാണെന്ന് മമതാ ബാനർജി മറുപടി നൽകിയത്. ഏപ്രിൽ 23 നടക്കുന്ന ആദ്യഘട്ട പോളിംഗിൽ 152 മണ്ഡലങ്ങളാണ് ജനവിധി തേടുന്നത്. ഭരണവിരുദ്ധ വികാരവും കേന്ദ്ര നയങ്ങൾക്കെതിരെയുള്ള പ്രതിഷേധവും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കൂട്ടൽ. പശ്ചിമബംഗാൾ നിയമസഭയിൽ ഇന്ന് 294 അംഗങ്ങളെയും തിരഞ്ഞെടുക്കാനായി 2026 ഏപ്രിൽ 23, 29 തീയതികളാണ് പശ്ചിമബംഗാളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. വോട്ടെണ്ണൽ പൂർത്തിയായി 2026 മെയ് 4 ഫലം പ്രഖ്യാപിക്കും. বদলে দিতে হিসাব নিতে আসছে এবার লাল, ডোমকলে ফিরুক আবার নতুন করে হাল। বদলে দিতে হিসাব নিতে আসছে এবার লাল, ডোমকলে ফিরুক আবার নতুন করে হাল। ব্রিজ তৈরি রাস্তাঘাটের হিসাব যদি চান, গর্জে ওঠে সবাই মিলে বামপথে যান। নিজের মাটি ফিরে পেতে দেব এবার জান, বাঁচবে মানুষ স্বাধীনভাবে, ফিরবে আবার মান। চুপ করে থাকবো না, রাস্তায় এবার জনতা, শপথ নাও একসাথে, গরম ভাত সব পাতে। আনি সুরের উন্নয়ন সবার আছে জানা, তাই এবার ডোমকলে চাই আমরা রানা। রানা 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 রানা। কাজের নামে প্রতিশ্রুতি সবই হলো ফাঁকা, আসল কথা তৃণমূলের ক্ষমতায় থাকা। ബേബി ഫുഡിൽ എലിവിഷം, മധ്യ യൂറോപ്പിൽ ജാഗ്രതാ നിർദ്ദേശം. മധ്യ യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ വിതരണം ചെയ്ത ബേബി ഫുഡ് ജാറുകളിൽ എലിവിഷം കണ്ടെത്തി. പിന്നാലെ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്ന് അടിയന്തരമായി പിൻവലിക്കാൻ നിർദ്ദേശം നൽകി. ഓസ്ട്രിയ, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളുടെ വിപണികളിൽ നിന്നാണ് ഉൽപ്പന്നങ്ങൾ തിരിച്ചുവിളിക്കുന്നത്. 5 മാസം പ്രായമുള്ള കുട്ടികൾക്കായി കാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്ത് നിർമ്മിച്ച 190 ഗ്രാം ജാറുകളിലാണ് വിഷാംശം കണ്ടെത്തിയത്. ഓസ്ട്രേലിയയിലെ പ്രമുഖ സൂപ്പർ മാർക്കറ്റ് ശൃംഖലയായ സ്റ്റാർ വഴി വിറ്റഴിച്ച കുപ്പിയിലാണ് ആദ്യം വിഷാംശം സ്ഥിരീകരിച്ചത്. സംഭവത്തിൽ ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും ആരോ ബോധപൂർവം ഉൽപ്പന്നങ്ങളിൽ കൃത്രിമം കാണിച്ചെന്നും ആരോപണമുണ്ട്. വിഷബാധയേറ്റ ജാറുകളിൽ ചുവന്ന വൃത്തത്തോടു കൂടിയ വെളുത്ത സ്റ്റിക്കറുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കുഞ്ഞുങ്ങൾക്ക് ഈ ആഹാരം നൽകിയ 2 മുതൽ 5 ദിവസങ്ങൾക്കുള്ളിൽ മാത്രമേ രോഗലക്ഷണങ്ങൾ പ്രകടമാകൂ എന്നത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഓസ്ട്രിയൻ ആരോഗ്യമന്ത്രി കൊറീന ഷുമാൻ സംഭവത്തിൽ അതീവ ആശങ്ക രേഖപ്പെടുത്തി മാതാപിതാക്കളും ഡേ കെയർ സെൻ്ററുകളും അതീവ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശിച്ചു. നിലവിൽ കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. ജപ്പാനിൽ ഭൂചലനത്തിന് പിന്നാലെ 80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ. ജപ്പാനിൽ അതിശക്തമായ ഭൂചലനത്തിന് പിന്നാലെ സുനാമി തിര. വൻ ഭൂചലനത്തിന് പിന്നാലെ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ ഉയരത്തിലുള്ള തിരമാലകൾ രൂപപ്പെട്ടു. ഭൂചലനത്തിന് 40 മിനിറ്റുകൾക്ക് ശേഷം കുംചി തുറമുഖത്തും 80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിച്ചു. തുടർന്ന് രാജ്യത്ത് സുനാമി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊരു തുറമുഖത്ത് 40 സെൻറ്റിമീറ്റർ ഉയരത്തിലും തിരമാലകൾ രൂപപ്പെട്ടതായി മെട്രോളജിക്കൽ ഏജൻസി അറിയിച്ചു.
പ്രാദേശിക സമയം വൈകുന്നേരം 4:53 വടക്കൻ ഇവാട്ടെ പ്രീഫെക്ചറിന് സമീപം പസഫിക് സമുദ്രത്തിൽ 10 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. പ്രഭവ കേന്ദ്രത്തിൽ നിന്ന് 100 കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ടോക്കിയോയിലെ വൻകിട കെട്ടിടങ്ങൾ പോലും കുലുങ്ങത്തക്ക വിധം ശക്തമായിരുന്നു പ്രകമ്പനമെന്നാണ് റിപ്പോർട്ടുകൾ. 7.4 തീവ്രതയുള്ള ഭൂചലനമാണ് ഉണ്ടായത്. ഭൂചലനത്തെ തുടർന്ന് ടോക്കിയോയ്ക്കും അമോറിക്കുമിടയിൽ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് നിർത്തിവെച്ചു. അടച്ചിട്ടിരുന്ന നഗാവ ആണവ നിലയത്തിലും അധികൃതർ പരിശോധന നടത്തി. ഭൂചലനം റിപ്പോർട്ട് ചെയ്ത ഉടനെ തന്നെ അധികൃതർ സുനാമിക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനങ്ങളോട് ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിരുന്നു. വയനാട് ടൗൺഷിപ്പിനെതിരെയുള്ള നീക്കം രാഷ്ട്രീയ ഗൂഢാലോചന. കോൺഗ്രസിൻ്റേത് പണം പിരിച്ചുള്ള തട്ടിപ്പെന്ന് കെ റഫീഖ്. വയനാട് പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന മാതൃകാ ടൗൺഷിപ്പിനെ തകർക്കാൻ കോൺഗ്രസും ചില വലതുപക്ഷ മാധ്യമങ്ങളും ചേർന്ന് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുകയാണെന്ന് CPM ജില്ലാ സെക്രട്ടറി കെ റഫീഖ്. ദുരന്ത ബാധിതരുടെ പേരിൽ പണം പിരിച്ച് തട്ടിപ്പ് നടത്തിയ കോൺഗ്രസ് ആ വിവാദങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ സർക്കാരിനെതിരെ രംഗത്ത് വരുന്നത്. ടൗൺഷിപ്പിലെ 178 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു. അവസാന ഘട്ട മിനുക്കു പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. ULCDS നടത്തിയ പരിശോധനയ്ക്കിടെ 1-2 വീടുകളിൽ കണ്ട ചെറിയ നനവിനെ വലിയ ചോർച്ചയായും വിള്ളലായും ചിത്രീകരിച്ച വിവാദമാക്കിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചെയ്യുന്നത്. ദുരന്തം ഉണ്ടായ നിമിഷം മുതൽ 5 മന്ത്രിമാരെ വയനാട്ടിൽ നിയോഗിച്ച് മുഖ്യമന്ത്രി നേരിട്ടാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുതെന്ന് പ്രചാരണം നടത്തിയവരാണ് ഇപ്പോൾ പുനരധിവാസത്തെ തടസ്സപ്പെടുത്തിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ദുരന്ത ബാധിതർക്കായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ചേർന്ന് 230 വീടുകൾ വാഗ്ദാനം ചെയ്തതെങ്കിലും ഒന്നിൻ്റെ പോലും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. പിരിച്ചെടുത്ത കോടിക്കണക്കിന് രൂപ എവിടെയാണെന്ന് വ്യക്തമാക്കാൻ കോൺഗ്രസ് തയ്യാറാകണം. ഈ ഫണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് ഉപയോഗിച്ചത്. കോൺഗ്രസിന് ഭൂമി വിവാദങ്ങളും ഫണ്ട് തട്ടിപ്പും മറച്ചുവെക്കാനാണ് ചില മാധ്യമങ്ങൾ ടൗൺഷിപ്പിനെതിരെ അജണ്ട വെച്ച് വാർത്തകൾ നൽകുന്നത്. എല്ലാ രാഷ്ട്രീയ വിവാദങ്ങളെയും അതിജീവിച്ച് സർക്കാർ പ്രഖ്യാപിച്ച തീയതിക്കുള്ളിൽ തന്നെ വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറുമെന്നും കെ റഫീഖ് ഉറപ്പു നൽകി. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ സമാപിച്ചു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.